ഇപ്പോൾ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, ക്രിസ്മസ് ദിനം. എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ദിനാശംസകൾ നേർന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ പള്ളിയിൽ പോയിരിക്കുന്നതും നമുക്ക് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു അടിപൊളി വീഡിയോ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാനും മറക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ദിന ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ സൂക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കപ്പി കാച്ചാൻ വേണ്ടിയാണ്. കുറച്ച് റൈസ് പൗഡറൂടെ ഞാൻ ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് കപ്പി കാച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൊണ്ട് നമുക്ക് ചോറിട്ടാലും മതി കേട്ടോ. ഇതാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഞാൻ തീയെല്ലാം കത്തിച്ച് നമുക്ക് നന്നായിട്ടിത് കപ്പി കാച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് വട്ടയപ്പത്തിലും കള്ളപ്പത്തിലും നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്. നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും നമുക്ക് കപ്പി കാച്ചിടുവാണെങ്കിൽ കണ്ടോ. അപ്പോൾ നമ്മുടെ കപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എല്ലാം ഞാൻ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് വട്ടയപ്പത്തിനുള്ളതാണ്. പിന്നെ പഞ്ചസാര ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മധുരത്തിന് അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് വട്ടയപ്പത്തിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ആദ്യം ഞാൻ റൈസ് എടുക്കുന്നുണ്ട്. ഒരു 250 ഗ്രാം റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഒരു തേങ്ങയുടെ നേർപകുതി വട്ടയപ്പത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് കുറച്ച് ഈസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതിയാവേ. കുറച്ച് ഏലക്കയുടെ ഉള്ളിലത്തെ ഇത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഏലക്ക മൊത്തത്തിലുണ്ട്, അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടാവേ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പി കാച്ചതിൻ്റെ ഒരു പകുതി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാവേ. പിന്നെ ആവശ്യത്തിന് അരച്ചെടുക്കാൻ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി അങ്ങോട്ട് വെള്ളം നമുക്ക് ലൂസായി പോകല്ലേ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. നമുക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റിന് വെച്ച് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരണം കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി റൈസ് നമുക്ക് കള്ളപ്പത്തിന് റെഡിയാക്കി എടുക്കാവേ. ഇത് ഞാൻ തേങ്ങാ വെള്ളം കേട്ടോ. തേങ്ങാ വെള്ളത്തിനകത്ത് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് വെച്ച് എടുത്താണ്. ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഏലക്ക. പിന്നെ നമുക്ക് ഒരു തേങ്ങയുടെ ബാക്കി തേങ്ങ നമ്മൾ ചിരകി വെച്ച് അതും ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് കള്ളപ്പത്തിൻ്റെയും കൂടെ മാവ് റെഡിയാക്കി എടുക്കാവേ. അതിന് ഞാൻ ബാക്കി വന്ന 250 ഗ്രാം റൈസും കൂടി ഇട്ടു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരു അരമുറി തേങ്ങ ചിരവി ഇതും കൂടി ഇട്ടു. 2 ചെറിയ ഉള്ളി ആഡ് ചെയ്തു, കുറച്ച് ജീരകം, പിന്നെ ഒരു കഷ്ണം ഏലക്കയുടെ ഉള്ളിലത്തെ സാധനം മാത്രം എടുത്തിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കപ്പി കാച്ചിയത്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളം. ഇത് കള്ള് നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കള്ള് ഒഴിച്ചിട്ട് കുളിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ അടിച്ച് മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല കറക്റ്റ് തിക്നെസ് ആയിരിക്കണേ, ഒത്തിരി ലൂസായി പോകില്ല. അപ്പോൾ നമ്മുടെ 2 മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ റെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും, പുളിച്ച് പൊങ്ങി വരണം. അപ്പോൾ നമ്മുടെ മാവിൽ റെഡി ആക്കി നമ്മൾ വൈകുന്നേരം പള്ളിയിൽ പോയപ്പോൾ പുൽക്കൂടിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നത്. ഇടപ്പള്ളി പള്ളിയിലെ പുൽക്കൂടാട്ടോ ഇത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 11 മണിയായപ്പോഴായിരുന്നു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ജനമായിരുന്നു കേട്ടോ ഇടപ്പള്ളി പള്ളിയിൽ. അപ്പോൾ നമ്മൾ പുൽക്കൂടിൻ്റെ മുമ്പിൽ പോയി ലോറക്കുട്ടിയും ഞങ്ങൾ ഫാമിലിയായിട്ട് ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇടപ്പള്ളി പള്ളിയുടെ ക്രിസ്മസിൻ്റെ അലങ്കാര കാഴ്ചകളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ് നോക്കി കണ്ടോ, എന്ത് രസമാണ്. അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് പള്ളിയിൽ ഏത് ഇടവകക്കാരെന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോ കാണുന്നവർ. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ അപ്പത്തിൻ്റെ പരിപാടി. അപ്പത്തിൻ്റെ മാവെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ്, ഇത് കള്ളപ്പത്തിൻ്റെ മാവ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവേ. കള്ളപ്പത്തിൻ്റെ മാവ് കേട്ടോ. നമ്മളിപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലേ, ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ
വട്ടയപ്പത്തിനകത്ത് നമ്മൾ ഓൾറെഡി ഇന്നലെ മാവ് അരച്ചപ്പോൾ തന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലൻസിങ്ങിന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ആ ബാലൻസിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വട്ടയപ്പത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കള്ളപ്പം കൊണ്ടുവയ്ക്കാം. കുറച്ച് വലുതാക്കിയിട്ട് അതിന് പ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പുളിപ്പായി പോയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ നമ്മുടെ കള്ളപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പത്തിൻ്റെ പരിപാടി കൊണ്ട് നോക്കാവേ. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. അതിനകത്ത് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൽ അങ്ങ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വട്ടയപ്പത്തിൻ്റെ മാവ് പ്ലേറ്റിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇത് പുഴുങ്ങിയെടുക്കേണ്ട അപ്പച്ചമ്പെല്ലാം റെഡിയാക്കി വെള്ളമെല്ലാം തിളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമതൊഴിച്ച കള്ളപ്പമാണ്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് എന്ത് രസമെന്ന് എനിക്ക് ഞാൻ ചെറിയെല്ലാം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കള്ളപ്പവും വട്ടയപ്പവും റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് ക്രിസ്മസിന് തന്നെ ചെയ്യണമെന്നില്ല, അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളായി ഈ കള്ളപ്പവും വട്ടയപ്പവും ഒക്കെ. ക്രിസ്മസിന് തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളപ്പവും ഇറച്ചിക്കറിയൊക്കെ ഒന്ന് വേണം. ഇതുണ്ടോ വയസ്സ് നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വട്ടയപ്പം. നല്ല കിറ്റിലിനായിട്ടുണ്ട്. സൂപ്പർ വട്ടയപ്പം ഗൈസ്. നമ്മുടെ വട്ടയപ്പവും കള്ളപ്പവും ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പവും കള്ളപ്പവും. വട്ടയപ്പം നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവമാട്ടെ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നോക്കിക്കേ, ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ അടിപൊളി. ഈ കള്ളപ്പത്തിന് നമ്മൾ ഇറച്ചിക്കറിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കള്ളപ്പത്തിൻ്റെ കൂടെയുള്ള മെയിൻ സംഭവമാണല്ലോ ഇറച്ചിക്കറി. അപ്പം വീഡിയോയ്ക്ക് നമുക്ക് ലെന്ത് കൂടുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അല്ല എന്നാ അപ്പോൾ അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.